സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലീ വോൺ ടേ സംവിധാനം ചെയ്ത 2019 ദക്ഷിണ കൊറിയൻ ആക്ഷൻ ക്രൈം ചിത്രം ദി ഗാങ്സ്റ്റർ, ദി കോപ്പ്, ദി ഡെവിൾ ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയാണ്. മാ ഡോങ് സിയോക്, കിം മുയോൾ, കിം സുൻ ക്യു എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. ചിത്രത്തിൽ ഒരു ഗുണ്ടാസംഘവും ഒരു പോലീസുകാരനും ചേർന്ന് ഒരു സീരിയൽ കില്ലറെ അവരുടെ ആവശ്യങ്ങൾക്കായി പിടികൂടുന്നു. പക്ഷേ അവർ അവരുടെ ശത്രുക്കളിൽ നിന്ന് വെല്ലുവിളികൾ നേരിടുന്നു. ദി ഗാങ്സ്റ്റർ, ദി കോപ്പ്, ദി ഡെവിൾ 2019 മെയ് 15 ദക്ഷിണ കൊറിയയിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തു. കൂടാതെ 2019 കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ മിഡ്നൈറ്റ് സ്ക്രീനിംഗ്സ് വിഭാഗത്തിലും 2019 ഫാൻസിയ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചു. സിനിമ തുടങ്ങുന്നത് ഒരു അപരിചിതൻ ഒരു മനുഷ്യന്റെ കാർ ഇടിച്ചതിനുശേഷം കാർ ഇൻഷുറൻസിന് സമർപ്പിക്കുന്നതിനായി നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നതിനിടെ അപരിചിതൻ അയാളെ കൊല്ലുന്നു. ജങ് ടേ സിയോക് എന്ന പോലീസുകാരൻ കുറ്റകൃത്യം നടന്ന സ്ഥലത്തുകൂടി കടന്നുപോകുകയും അത് ഒരു സീരിയൽ കില്ലറുടെ പ്രവൃത്തിയാണെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അയാളുടെ കമാൻഡിംഗ് ഓഫീസർ അത് വിശ്വസിക്കുന്നില്ല. ജാങ് ഡോങ് സു ഒരു ക്രൈം ബോസാണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അതേ കൊലയാളി തന്നെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. ഒരു ക്രൂരമായ പോരാട്ടമുണ്ടാകുകയും ഇരുവർക്കും പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഡോങ് സൂവിനെ കാറിൽ ഇടിച്ച ശേഷം കൊലയാളി രക്ഷപ്പെടുന്നു. ഡോങ് സൂവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവന്റെ കൂട്ടാളികൾ ആക്രമണം നടത്തിയത് ഒരു എതിരാളി സംഘമാണെന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു. അവർ അവരെ പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നു. എന്നിരുന്നാലും കൊലയാളി ഒരു എതിരാളി സംഘാംഗമല്ലെന്ന് ഡോങ് സു വിശ്വസിക്കുന്നു. കാരണം അയാളുടെ നീക്കങ്ങൾ ക്രമരഹിതവും ലക്ഷ്യശൂന്യവുമായിരുന്നു. തായസുക്ക് ആശുപത്രിയിൽ ഡോങ് സൂവിനെ സന്ദർശിക്കുകയും പോലീസിന് കൊലയാളിയെ പിടികൂടാൻ സഹായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഡോങ് സു നിരസിക്കുന്നു. പകരം ഡോങ് സു തന്റെ ആളുകളോട് കൊലയാളിയെ കണ്ടെത്താൻ കൽപ്പിക്കുന്നു. ഒരു രേഖാചിത്രവും ഡോങ് സൂയുടെ കൊലയാളിയുടെ ലൈസൻസ് പ്ലേറ്റിനെക്കുറിച്ചുള്ള ഓർമ്മയും ഉപയോഗിച്ച് അവർക്ക് അവന്റെ കാറും ഒരു കത്തിയും കണ്ടെത്താൻ കഴിയും. ഒടുവിൽ ഡോങ് സു തേ സുക്കിനെ കണ്ടെത്തലുകൾ അറിയിക്കുന്നു. അവർ നിഗൂഢമായ കൊലയാളിയെ പിടികൂടാൻ ഒന്നിക്കാൻ തീരുമാനിക്കുന്നു. മനുഷ്യശക്തി നൽകാനും ചെലവുകൾ വഹിക്കാനും ഡോങ് സു സമ്മതിക്കുന്നു. എന്നാൽ കൊലയാളി ആദ്യം കണ്ടെത്തുന്നയാൾക്ക് അവകാശപ്പെട്ടവനാണെന്ന വ്യവസ്ഥയിൽ പ്രതികാരത്തിനായി ഡോങ് സു അവനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ബന്ധപ്പെട്ട 5 കൊലപാതക കേസുകൾ തെളിയിക്കാനും ഒടുവിൽ സ്ഥാനക്കയറ്റം നേടാനും തായസുക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഡോങ് സു തന്റെ വലങ്കയ്യൻ ക്വോണോ സുങ്ങിനോട് തന്റെ എതിരാളിയായ ഹിയോ സാങ് ഡോയെ കൊലയാളിയുടെ കത്തി ഉപയോഗിച്ച് കൊല്ലാൻ കൽപ്പിക്കുന്നു. അതിൽ കൊലയാളിയുടെ മുൻ ഇരകളുടെ രക്തത്തിന്റെ അംശങ്ങൾ ഇതിനകം തന്നെ ഉണ്ട്. കൊലപാതകം ഒരു സീരിയൽ കൊലയാളിയുടെ പ്രവൃത്തിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഡോങ് സു എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ കോപാകുലനായ തേസുക്ക് അവനുമായി വഴക്കുണ്ടാക്കുന്നു. ഇത് പ്രധാന കേസ് സ്ക്വാഡിന് കൈമാറുന്നു. ഡോങ് സു സാങ് ഡോയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. കൊലയാളിയും എത്തി സാങ് ഡോയെ കൊലയാളിയുടെ കത്തി ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും മറ്റാരോ ആണെന്നും സാങ് ഡോയുടെ രണ്ടാമത്തെ കമാൻഡറെ അറിയിക്കുന്നു. തെളിവുകൾക്കായി തേസുക്കും ഡോങ് സൂയും കൊലയാളിയുടെ കാർ പരിശോധിക്കുമ്പോൾ സാങ് ഡോയുടെ സഹായികൾ അവരെ ആക്രമിക്കുന്നു. ഒരു വഴക്ക് ഉണ്ടാകുകയും തേസുക്കുമായി ഒരു പോരാട്ടത്തിനിടെ സാങ് ഡോയുടെ വലങ്കയ്യൻ മരിക്കുകയും ചെയ്യുന്നു. ഡോങ് സു അയാളെ കുഴിച്ചിടുകയും സ്ഥലം വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസ് അന്വേഷിക്കാൻ തേസുക്കിനെ നിയോഗിക്കുകയും അത് പരിഹരിക്കുന്നതിനിടയിൽ കൊലയാളിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു പിന്തുടരൽ നടക്കുന്നു. പക്ഷേ കൊലയാളി രക്ഷപ്പെടുന്നു. ഫോറൻസിക് പരിശോധനയിലൂടെ കൊലയാളി കാണാതായ ആളാണെന്ന് തേസുക്ക് കണ്ടെത്തുന്നു. ഡോങ് സൂയോട് ഇക്കാര്യം അറിയിക്കുകയും കാണാതായ ആൾ തന്നെയാണ് കൊലയാളിയെന്ന് സ്ഥിരീകരിക്കാൻ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഡോങ് സു ഒരു ഹൈസ്കൂൾ പെൺകുട്ടിക്ക് തന്റെ കുട നൽകി സഹായിക്കുന്നു. പക്ഷേ പെൺകുട്ടി കൊല്ലപ്പെട്ടുവെന്നും അയാളുടെ കുട കുറ്റകൃത്യ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയെന്നും താമസിയാതെ മനസ്സിലാക്കുന്നു. പെൺകുട്ടി കൊല്ലപ്പെട്ട സ്ഥലത്ത് ഡോങ് സൂവും തേസുക്കും അവരുടെ ആളുകളും കൊലയാളിയെ തിരയാൻ തുടങ്ങുന്നു. ഒടുവിൽ ഒരു കാറിൽ അവനെ കണ്ടെത്തുന്നു. തുടർന്നുള്ള പിന്തുടരലിൽ കൊലയാളി ഓ സുങ്ങിനെ കൊല്ലാൻ കഴിയുന്നു. പക്ഷേ ഒടുവിൽ ഡോങ് സു അവനെ പിടികൂടി നിർവീര്യമാക്കുന്നു. ഡോങ് സു കൊലയാളിയെ പീഡിപ്പിക്കാനും കൊല്ലാനും കൊണ്ടുപോകുന്നു. പക്ഷേ തേസുക്ക് അവരെ പിന്തുടർന്ന് തന്റെ കാർ ഒളിത്താവളത്തിലേക്ക് ഇടിക്കുന്നു. ഡോങ് സു കൊലയാളിയെ കൊല്ലാൻ പോകുമ്പോൾ തേസുക് ഡോങ് സൂവിനെ തന്റെ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തി കൊലയാളിയെ അറസ്റ്റ് ചെയ്യുന്നു. കൊലയാളിയായ കാങ് ക്യുങ് ഹോയ്ക്കെതിരെ പോലീസിന് നിർണായകമായ തെളിവുകളൊന്നുമില്ല.
അവസാന ആശ്രയമെന്ന നിലയിൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ഡോങ് സൂവിനോട് മൊഴി നൽകാൻ തേ സുക്ക് ആവശ്യപ്പെടുന്നു. അതേസമയം സാങ്ഡോയെ കൊന്നതായി ഡോങ് സൂ പറയുന്ന ഒരു ടേപ്പ് പുറത്തുവിടുമെന്ന് തേ സുക്ക് ഭീഷണിപ്പെടുത്തുന്നു. ക്യുൻഹോയുടെ വിചാരണയ്ക്കിടെ ഡോങ് സൂ സാക്ഷ്യപ്പെടുത്താൻ എത്തുകയും നിർണായക സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. ക്യുൻഹോയുടെ ശരീരത്തിൽ ഒരു കുത്തേറ്റ മുറിവുണ്ടെന്ന് ഡോങ് സൂ വിജയകരമായി പ്രവചിക്കുന്നു. ഇത് അവരുടെ ആദ്യ ഏറ്റുമുട്ടലിൽ ഡോങ് സൂ ഉണ്ടാക്കിയതാണ്. സാങ്ഡോയുടെ കൊലപാതകത്തിന് ക്യുൻഹോയെ കുറ്റപ്പെടുത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന തെളിവുകളും ഡോങ് സൂ നൽകുന്നു. ക്യുൻഹോയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. എന്നിരുന്നാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം ഡോങ് സൂവിനെയും അറസ്റ്റ് ചെയ്യുന്നു. തേ സുക്കിനെ ഒടുവിൽ സ്ഥാനക്കയറ്റം നൽകുമ്പോൾ ഡോങ് സൂവിനെ ക്യുൻഹോയെ ജയിലിലേക്ക് അയയ്ക്കുന്നു. തെളിവ് ലഭിച്ചതിന് പകരമായി ഡോങ് സൂ തേ സുക്കിനോട് നിറവേറ്റണമെന്ന് ആവശ്യപ്പെട്ട വ്യവസ്ഥ. തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ക്യുൻഹോയെ കണ്ട് ഡോങ് സൂ സന്തോഷത്തോടെ ജയിലിലേക്ക് പോകുന്നു. ക്യുൻഹോ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഒരു കയറും മുഖത്ത് പുഞ്ചിരിയുമായി ഡോങ് സൂ അവനെ നേരിടുന്നു.